ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇത് മുതിർന്നവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ തണ്ണിമത്തൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വാട്ടർ മെലോൺ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കൂടി ചെയ്യണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ ഉപയോഗിച്ചിട്ട് ഒരു മിൽക്ക് ഷേക്കാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തണ്ണിമത്തൻ തന്നെയാണ്. ഇവിടെ ഞാൻ ചെറിയ തണ്ണിമത്തൻ്റെ ഒരു കാൽഭാഗത്തോളം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാൽഭാഗം മുതൽ അരഭാഗം വരെ അത്രയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അത്രയും തന്നെ പാലെടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫ്രോസൺ മിൽക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ഉപയോഗിക്കാം. ഞാൻ വീട്ടിലുണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്, അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഇരിക്കുന്നതുകൊണ്ട് അത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. ഓൾറെഡി ഈ പാലിൻ്റെ അകത്ത് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായിട്ട് പഞ്ചസാര പ്രത്യേകിച്ച് ചേർക്കാത്തത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് തണ്ണിമത്തനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രോസൺ മിൽക്കും മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് സർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ആദ്യമായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ്. അപ്പോൾ എല്ലാവരും ആ പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.